ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാഷ് ഒ.ഇ.ടി. ഇന്ന് സ്മാഷ് ഒ.ഇ.ടിയുടെ ഒരു അനദർ എപ്പിസോഡ് ഓഫ് ഇൻഫർമേഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിസണിങ്ങിൻ്റെ മറ്റ് ഒരു 10 ന്യൂ വേർഡ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മോസ്റ്റ് കോമൺലി ആസ്ഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ വീഡിയോസും കൂടെ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ നോട്ട്സും കൂടെ കൂടി എഴുതിയെടുക്കാവുന്നതാണ്. അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി പുതിയ വീഡിയോസ് തൊട്ടേ കാണുന്നുള്ളൂങ്കിലും കുഴപ്പമില്ല, ഞാൻ കൂടുതലും വേർഡ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ ഇന്ന് തൊട്ടാണേലും ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിട്ട് അതിനകത്ത് വേർഡ്സുകളെല്ലാം ഫെമിലിയറാക്കി പഠിച്ചു പോവുക. കാരണം സിനണിംസും ലിസണിങ്ങിൻ്റെ വേർഡ്സും നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒ.ഇ.ടിയുടെ ലിസണിങ് ആൻഡ് റീഡിങ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ലിസണിങ് ഇപ്പോഴും ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികൾ ഭയങ്കര ടഫാണെന്ന് പറയാറുണ്ട്. പക്ഷേ ചെയ്യുന്ന ഹാർഡ് വർക്ക് വളരെ കുറവാണ്. 1% പോലും ഹാർഡ് വർക്ക് ചെയ്യാതെയാണ് ഈ മൊഡ്യൂൾസ് രണ്ടും ടഫാണെന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതലും യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് വേർഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കഴിഞ്ഞ 2024 മോസ്റ്റ്ലി ആസ്ഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂ വേർഡ്സാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും എഴുതിയെടുക്കണം. എഴുതിയെടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ കേട്ടുപോയാൽ വേർഡ് നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് എഴുതിയെടുക്കുക. 10 വേർഡ്സ് മാത്രമാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വേർഡ്സ് എന്ന് പറയുന്നത് പെയിൻ റിലേറ്റഡ് ആയിട്ട് ലിസണിങ്ങിൽ ചോദിക്കുന്ന ഒരു 10 വേർഡ്സാണ്. പെയിൻ റിലേറ്റഡ് എപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ലിസണിങ്ങിൽ അവർ പെയിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് അവർ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 10 വേർഡ്സിൽ നിന്നും 1-2 വേർഡ്സ് നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതും 2 സെക്ഷനായിട്ടാണ് വരുന്നത്, 1 to 12, 13 to 24. സോ ഈച്ച് സെക്ഷനിലും പെയിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും. അപ്പം എന്തായാലും ഒരു 2 വേർഡ്സ് ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 10 വേർഡ്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വേർഡ് ഐ ആം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു പീഴ്സിംഗ് ആണ്. നമ്മളൊരു സ്പീക്കിംഗ് കാർഡ് ചെയ്തിട്ടുണ്ടല്ലേ, മോസ്റ്റ് കോമൺ ആണ് ആ സ്പീക്കിംഗ് കാർഡ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും ഉള്ളൊരു കാർഡാണ് ഇയർ പീഴ്സിങ്ങിനെ കുറിച്ച് അല്ലേ. ഒരു 18 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു ലേഡി വരുവാണ് നമ്മുടെ അടുത്ത്. ഇയർ പീഴ്സിങ്ങിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവർക്ക് 2 days മുന്നേ ഇയർ പീഴ്സിങ് നടന്നിട്ടുണ്ടായിരുന്നു. അതുമൂലമുള്ള പെയിൻ അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലെ ഒരു വേർഡാണിത്, പീഴ്സിങ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് വേർഡ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ഞാനൊന്ന് പറയാം, എഴുതിയിടുന്നുണ്ട്. അത് സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എഴുതി കാണിക്കുന്നതും വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. എന്തായാലും നോട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ നോട്ട് എഴുതിയെടുക്കുന്നില്ല, വേർഡ്സ് ഫെമിലിയർ ആക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ലിസണിങ് പാടാണെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുക. നിങ്ങളൊരു 60% നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഹാർഡ് വർക്ക് കൊടുക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് പറയാം, ഓക്കെ ഞങ്ങൾ നന്നായിട്ട് പഠിച്ചു, എന്നിട്ടും ഞങ്ങൾക്കിത് ഭയങ്കര ടൈറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങളുടെ ഒട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലാസ്സിൽ വരുന്നു, കേൾക്കുന്നു, അങ്ങനെ മാത്രം പോകുന്നു, എന്നിട്ട് പാടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. പീഴ്സിങ് എന്നാണ്. പീഴ്സിങ്ങിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയാം, PIERCING, പീഴ്സിങ്. സോ പീഴ്സിങ്ങിൻ്റെ സ്പെല്ലിംഗ് എഴുതി കാണിക്കുന്നുണ്ട്, എഴുതിയെടുക്കുക. ഫസ്റ്റ് വേർഡ് ഈസ് പീഴ്സിങ്. So I hope you got the word. Moving to the next word. നെക്സ്റ്റ് വേർഡ് പറയട്ടെ, ഡൾ. വെരി കോമൺ ആണ് കേട്ടോ. എപ്പോഴും ഐ ഹാവ് ഡൾ ഏക്ക് അല്ലെങ്കിൽ ഡൾ പെയിൻ അത് പറയാറുണ്ട്. ഡള്ളിൻ്റെ സ്പെല്ലിംഗ് പറയാം, DULL. ഡള്ളിൻ്റെ സ്പെല്ലിംഗ് DULL എന്നാണ്, ഡൾ. ഓക്കെ, ഡൾ. നെക്സ്റ്റ് വേർഡ് ഈസ് സോർ. SORE, സോർ. നെക്സ്റ്റ് വേർഡ് ഈസ് സോർ ആണ്, SORE, സോർ. തേർഡ് വേർഡാണ് സോറ്. സോർ സ്പെല്ലിംഗ് എഴുതി കാണിക്കുന്നുണ്ട്, എഴുതിയെടുത്തല്ലോ അല്ലേ.
സോർ. നെക്സ്റ്റ് വേർഡിലോട്ട് പോട്ടെ. ഫോർത്ത് വേർഡ് ഈസ് ക്രഷിങ്. CRUSHING, ക്രഷിങ്. ഫോർത്ത് വേർഡ് ഈസ് ക്രഷിങ്. സ്ലോ ആയിട്ട് പറയാൻ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ സ്ലോ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ആ വേർഡ് എഴുതിയെടുക്കുകയും ചെയ്യാം. ക്രഷിങ്. ഫോർത്ത് വേർഡ് ഈസ് ക്രഷിങ്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള OET ലിസണിങ്ങിലെ 10 വേർഡ്സ് ആണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഫോർത്ത് വേർഡാണ് ക്രഷിങ്. ക്രഷിങ് സ്പെല്ലിംഗ് എഴുതിയെടുത്തല്ലോ അല്ലേ. ഫിഫ്ത്ത് വേർഡിലോട്ട് പോട്ടെ. ഷാർപ്പ്. ഡൾ പോലെ തന്നെ മറ്റൊരു വേർഡാണ് ഷാർപ്പ്. സോ ഷാർപ്പ് എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് SHARP. ഷാർപ്പ്. Sharp pain. I have sharp pain. Could you please tell me the intensity of your pain? ക്വസ്റ്റ്യൻ വരുവാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണലിസ്റ്റിൻ്റെ അടുത്ത് നിന്നും. അപ്പോൾ പേഷ്യൻ്റ് പറയുന്നത് I have sharp pain. ഷാർപ്പ്. ഫിഫ്ത്ത് വേർഡായിരുന്നു ഷാർപ്പ്. നമുക്ക് സിക്സ്ത് വേർഡിലേക്ക് പോകാം. ലാസറേറ്റിംഗ്. ലാസറേറ്റിംഗ് മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു വേർഡാണ് ലാസറേറ്റിംഗ്. ലാസറേറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോ മെറ്റീരിയലും ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ഒരു വേർഡാണ് ലാസറേറ്റിംഗ്. സോ വി വിൽ മൂവ് ടു ദ സ്പെല്ലിംഗ്. LACERATING. ലാസറേറ്റിംഗ് എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നോക്കി എഴുതുക. സോ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ വേർഡ്സ് ഒന്നുകൂടി കൂടി റിപ്പീറ്റ് ചെയ്യാം. piercing. First word was piercing. Second word dull. Third word was crushing. Fourth word was sharp. Fifth word was lacerating. So sixth word lotu povana sore. SORE, sore. Sore pain related ആയിട്ടുള്ള സിക്സ്ത് വേർഡാണ് സോർ. എഴുതി കാണിക്കുന്നുണ്ട്, എഴുതിയെടുക്കുക. സോർ എഴുതിയില്ലേ? സോ നമുക്ക് സെവൻത്ത് വേർഡിലോട്ട് പോയാലോ. ഇലക്ട്രിക്കൽ. ELECTRICAL. ഇലക്ട്രിക്കൽ നമ്മുടെ സെവൻത്ത് വേർഡാണ് ഇലക്ട്രിക്കൽ. So seventh word is electrical, most commonly asked and very important pain related 10 words from OET listening. It's same to doctors and nurses. So for doctors OET and nurses OET, listening is same material will get in the examination. So രണ്ടു പേർക്കും സെയിം ആണ് കേട്ടോ വരുന്ന വേർഡ്സ്. So seventh word is electrical. Eighth word പറയട്ടെ. wretched. W നമ്മൾ പ്രൊനൗൺസ് ചെയ്യത്തില്ല, wretched എന്നാണ് പറയുള്ളൂ. പക്ഷെ wretched. 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 Eighth word is wretched. Eighth word is wretched. ഓക്കെ എഴുതിയല്ലോ അല്ലേ. സോ നയൻത്ത് വേർഡിലോട്ട് പോയിക്കോട്ടെ. പുള്ളിങ്. PULLING. പുള്ളിങ്. സോ നയൻത്ത് വേർഡ് ഈസ് പുള്ളിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 വേർഡ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പുള്ളിങ്. ഓക്കെ 10th വേർഡ് പറഞ്ഞോട്ടെ. സ്പ്ലിറ്റിംഗ്. SPLITTING. സ്പ്ലിറ്റിംഗ്. ഓക്കെ നമ്മുടെ 10 വേർഡ്സ് കഴിഞ്ഞു. ലാസ്റ്റ് വേർഡ് വാസ് സ്പ്ലിറ്റിംഗ് ആയിരുന്നു. സ്പെല്ലിംഗ് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇന്ന് തന്നിരിക്കുന്ന ഈ 10 വേർഡ്സും ലിസണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 10 വേർഡ്സ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാലും ഇതിൽ നിന്ന് 1-2 ഒരു വേർഡ്സ് ഉറപ്പായിട്ടും എക്സാമിനുണ്ടാവും. സോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 വേർഡ്സാണ് ഇന്ന് ഞാൻ ലിസണിങ്ങിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിത് എഴുതിയെടുക്കണം.
വീഡിയോ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, സെൽഫായിട്ട് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതവർക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുമ്പോൾ അതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കൂടി ശ്രദ്ധിക്കണം, അത് പേഴ്സണലൈസ്ഡ് ആണോ അതോ ഓൾ എന്നുള്ളതിലാണോ നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കണേന്ന് ഒന്നുകൂടെ കൂടി നോക്കണം. ആ സബ്സ്ക്രൈബിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്കൊരു താഴേക്കൊരു ഒരു ചിഹ്നം കാണാനായിട്ട് പറ്റും, ഒരു ആരോ മാർക്ക് താഴേക്ക് കാണാനായിട്ട് പറ്റും. സബ്സ്ക്രൈബ്ഡ് എന്ന് വരുന്നതിൻ്റെ അവിടെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് വരും. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ആരോ മാർക്ക് വരും. അവിടെ ഒന്ന് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ഓപ്ഷൻസ് താഴെ കാണിക്കും. അതിനകത്തുള്ള ഒന്നാണ് പേഴ്സണലൈസ്ഡ്, പിന്നെ ഓൾ. നമ്മൾ എപ്പോഴും സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡിലായിരിക്കും എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഓൾ എന്നുള്ളതിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ 10 വേർഡ്സ് എഴുതിയെടുക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 10 വേർഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് റെഗുലർലി വാച്ച് ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്.